കരിയർ അമഗോ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ICSSR ഡൽഹിയുടെ ഒരു പുതിയ ജോബ് നോട്ടിഫിക്കേഷനാണ്. LDC റിസർച്ച് അസിസ്റ്റൻറ്റ്, അതോടൊപ്പം തന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാവിധമായിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസും ലഭിക്കുവാനായിട്ട് ഈ ചാനലിലെ ബെൽ ബട്ടൺ അനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് നോക്കാം. ഇതാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷൻ. ഇവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ ഫില്ലിംഗ് അപ്പ് ദ ഫോളോയിങ് പൊസിഷൻസ് ത്രൂ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഇൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ന്യൂഡൽഹി. ഇവിടെ നിങ്ങൾക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേക്കൻസീസും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും അതോടൊപ്പം തന്നെ പേ ലെവലും നിങ്ങൾക്ക് ഇവിടെ കാണാം. അസിസ്റ്റൻറ്റ് ഡയറക്ടർ റിസർച്ച് 8 വേക്കൻസീസ് ആണ് ഉള്ളത്. അൺറിസർവ്ഡ് 5, SC 1, OBC 2 എന്നിങ്ങനെയാണ് വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ. അതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എ മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് ഹൈ സെക്കൻഡ് ക്ലാസ് ഇൻ എനി സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ എക്വലന്റ് ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ അറ്റ്ലീസ്റ്റ് 3 years experience in teaching research in social science area and or 3 years experience of research administration in a reputed organization. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ലിറ്ററസി എന്ന് പറയുന്നത് ഒരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷനുമാണ്. ഇതിൻ്റെ പേ ലെവൽ വരുന്നത് ലെവൽ 10 ആണ്. അതോടൊപ്പം തന്നെ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് റിസർച്ച് അസിസ്റ്റൻറ്റ് പോസ്റ്റാണ്. 14 വേക്കൻസീസ് ആണുള്ളത്. അൺറിസർവ്ഡ് 7, SC 2, OBC 3, ST 1, EWS 1 എന്നിങ്ങനെയാണ് ഇതിൻ്റെ വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MA വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്സ് ഇൻ എനി ഓഫ് ദി സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പേ ലെവൽ വരുന്ന ലെവൽ 6 ഗ്രൂപ്പ് B പോസ്റ്റാണ്. അടുത്തയായിട്ടുള്ളത് ലോവർ ഡിവിഷൻ ക്ലർക്ക്, അതായത് LDC പോസ്റ്റാണ്. 13 വേക്കൻസീസ് ആണുള്ളത്. അൺറിസർവ്ഡിന് 7 വേക്കൻസി, SCക്ക് 2 വേക്കൻസി, OBC 2, ST 1, EWS 1 എന്നിങ്ങനെയാണ് വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ്. അതോടൊപ്പം തന്നെ 35 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ 30 വേർഡ്സ് പെർ മിനിറ്റ് ഹിന്ദിയിൽ മിനിമം ടൈപ്പിംഗ് സ്പീഡും ഉണ്ടായിരിക്കണം. ലെവൽ 2 പോസ്റ്റാണ്, ഗ്രൂപ്പ് C പോസ്റ്റാണ്. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ വിശദമായിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ICSSRൻ്റെ വെബ്സൈറ്റിലാണ്. അതിൻ്റെ വെബ്സൈറ്റ് വരുന്നത് www.icssr.org. ആ വെബ്സൈറ്റിൽ വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. മറ്റ് ഒരു മോഡ് ഓഫ് ആപ്ലിക്കേഷൻസും സ്വീകരിക്കുന്നതല്ല. ഇവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 4-ാം തീയതിയാണ്. അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫെബ്രുവരി 5-ാം തീയതിയാണ്. ഇതിൻ്റെ ഡേറ്റ് ഓഫ് റിട്ടേൺ ടെസ്റ്റ് എക്സാം തീയതി പിന്നീട് അവർ അറിയിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ അപ്ലൈ നൗ എന്ന ഓപ്ഷനിൽ കൂടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ജോബിൻ്റെ ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.